ഹലോ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മെല്ലാവരും ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അമ്മ മാസ്കെല്ലാം ഇട്ടത് ഇവിടെ വന്നിട്ട് ക്ലൈമറ്റ് രണ്ടുപേർക്കും അത്ര പിടിച്ചിട്ടില്ല. ജലദോഷവും ചുമയൊക്കെ ഉണ്ടായതേ, സെറ്റായിട്ട് വരുന്നത്രേ. അന്നേരം അമ്മ പൊതുവേ എവിടെ പോകുമ്പോൾ മാസ്ക് ഇടുന്ന ഒരാളാണ്. അമ്മയും അതെ, അച്ഛനും അതെ. അലർജീൻ്റെ എല്ലാം പ്രശ്നമുള്ളവരാണ് രണ്ടുപേരും. അന്നേരം വണ്ടിയിലിരിക്കുന്ന സമയത്തും മാസ്കെല്ലാം ഇട്ടിട്ടാണ് ഇട്ടായിരുന്നത്. മുന്നേല അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ എപ്പോഴും യാത്രയിൽ തന്നെയായിരിക്കും കേട്ടോ. അടിയടിയും പോലെ തന്നെയായിരിക്കും, അധികം ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ലേ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ജലദോഷവും ബുദ്ധിമുട്ടെല്ലാം ആയതുകൊണ്ട് അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ട. ഒന്നാമത് കാലാവസ്ഥേൻ്റെ തണുപ്പെല്ലാം വന്നില്ലേ. അങ്ങനെ പിന്നെ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് നമ്മ കുറച്ച് ബെറ്റർ ആയ സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടായില്ല. ഫുജറ സൈഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് ആ സൈഡിൽ എന്തെല്ലാം കാണാൻ പറ്റുമോ അതെല്ലാം മാക്സിമം കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തെല്ലാം കാണാനാവും നമുക്ക് നോക്കാം എന്തായാലും. രാവിലെ ഇറങ്ങിയതാണേ, ചായ കുടിച്ചാടും പോകുന്ന വൈക്കുന്നെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് കുറേ സാധനം എടുത്തിട്ട് ഫുള്ള് പാക്കാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പ്ലേറ്റും സംഭവങ്ങളും എല്ലാം ഉണ്ടേ. പൊതുവേ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ഡിഫറൻസും ഉണ്ട്. ചെവി ഇങ്ങനെ അടക്കുകയും തുറക്കുകയെല്ലാം ചെയ്യുവേ. ആദിക്ക് വലിയ പ്രശ്നമാണത്. ആദ്യം പിന്നെ ടെൻഷൻ അടിച്ചുകൊണ്ട് വെക്കും. ഇപ്പം പറയുന്നതെല്ലാം അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അവളെ ചെവി തുറക്കി അടയെല്ലാം ചെയ്യുന്നുണ്ടേ. അതിൽ ഓള് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അതെ, അടുത്തേക്ക് പോവാൻ എല്ലാവരും അടഞ്ഞിട്ടും തുറക്കുന്നു, അടക്കുന്നു, തുറയുന്നു, ഇറങ്ങുക. അങ്ങനെ നോർമൽ ആദ്യം അത് തുറന്നോളൂ. പണ്ട് പോകുമ്പോ ഫ്ലൈറ്റിൽ പോകുമ്പോ ചെവി വേദന ഓർമ്മയാണ്. അല്ല, തുറക്കുമ്പം അത് നല്ലോണം ഓപ്പൺ ആവും. അപ്പൊ അത് നല്ല ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഓപ്പൺ ആവുന്നത്. നല്ലോണം കേൾക്കും. നല്ലോണം കേൾക്കും. അപ്പൊ കേൾവി സത്യം. എനിക്ക് പിന്നെ അതിനെ പേടിയില്ലാത്തത്. ചെവി കാക്കൂലായിട്ടാ വേദന എടുക്കുമോ വിചാരിച്ചിട്ട്. ചെവി വേനെടുക്കുക വെച്ചിട്ട് എന്തിനു വേനെടുക്കുന്നു? ചെവിക്ക് ഇത് അടഞ്ഞാണ്ട് തുറക്കുന്നല്ലേ. ചെവി വേനെടുക്കുന്ന പറഞ്ഞാല് ജലദോഷം ഉണ്ടാകുമ്പോ അതിൻ്റെ ഉള്ളിൽ ടടല് വരുന്നുണ്ട്. അച്ഛാ വീഡിയോ എടുത്ത റെസ്റ്റ് ഏരിയ ആണ്. ചായ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്തിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് വേണം പോവാം. ചെവി അനക്കുന്ന പൊത്തി പിടിക്കുന്നതല്ല. ഞാൻ നേരെ ഷാല് കൊണ്ട് ചെവിയിലൂടെ നേരെ കാണുന്നല്ലോ. അമ്മ നേരെ നോക്കറമ്മ, നേരെ മേലോട്ട് അങ്ങോട്ടാ, നേരെ മുമ്പിലോട്ട് ബീച്ച്.
ബീച്ചിൽ പോവാ. അത് നമുക്ക് വാട്ടർഫോൾസിൽ പോകണ്ടേ? പിന്നെ നേരെ വേണ്ടത് നേരെ നമ്മൾ നേരെ നേരെ നടന്നാൽ മതി. ലിപ്സ്റ്റിക് പോയോ? മറന്നുപോയി. അത് എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ അവിടെ വെച്ച ലിപ്സ്റ്റിക് കാര്യം എടുത്തിന് അപ്പുറത്തേക്ക് മാറ്റീന്. എൻ്റെ റെഡ് ലിക്വിഡ് അല്ല മറ്റേത്. ഞാൻ മറ്റേ ലിക്വിഡ് എടുത്തിന്. ആ ഉണ്ട്. എസൻസ് സ്ഥലം കൊണ്ടുവച്ചിട്ടില്ല. ഇതെല്ലാം ആക്കുന്നല്ലേ? അതിന്റെ മണ്ടക്ക് കയറി കളിച്ചിട്ടില്ല ഞാനോ. ആ ശരിയാണ്. അപ്പൊ ആദ്യം അത് പോയ എന്റെ കഷ്ടാണ്. ഇത് അന്നത്തെ പോലെയല്ല നമ്മളെ. ഇത് നല്ല തണുപ്പല്ലേ? ഫ്രോക്സ് മതിയാ? എന്ത് നമുക്ക് ഒരു വെള്ളം ഒരു പാറയിൽ ഫോട്ടോ എടുക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാ ഗോർഫക്കാൻ വാട്ടർഫോൾസിൽ. അനുവാദീൻ്റെ കാലിൽ കാണുന്ന ചെരുപ്പില്ലേ, അത് കുറച്ച് പുതിയതാണേ. ഒരു പ്രാവശ്യം എവിടെയോ പോകുന്ന സമയത്ത് ഇട്ടിട്ട് ആദ്യം അത് കാല് നന്നായിട്ട് പൊള്ളി. പുതിയ ചെരുപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ പൊള്ളിയ പോലെ. അത് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ടും ആ ചെരുപ്പ് തന്നെ ഇട്ടു. ഞാൻ ഓൾറെഡി പറഞ്ഞിനി ഷൂ എല്ലാം എടുത്തിട്ട് ഷൂ ഇട്ടാൽ മതി. വിത്ത് സോക്സ് ഇടുന്ന സമയത്ത് അത്ര പെയിൻഫുൾ ആയിരിക്കുമല്ലോ. പക്ഷെ അത് പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പം കണ്ട കാലിങ്ങനെ ഒരു വേദനയോടുകൂടി നടക്കുന്നേ. പിന്നെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഞാനന്നേരം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ടായി കേട്ടാ. പിന്നെ അവിടെ പോയി കുറച്ച് സമയം വീഡിയോ എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എടുത്തിട്ട് അവിടെ നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നുവേ. അച്ഛനെയും കൂട്ടിക്കോ. അച്ഛൻ എന്താ കറ്റാർമഴ? ആ നല്ല കടിഞ്ഞൂല വെയിലുണ്ടായിനി. പക്ഷെ ചൂടില്ല വെയിലല്ലേ, ഇങ്ങനെ കണ്ണറച്ചുന്ന വെയിലില്ലേ, അങ്ങനെയില്ല വെയില്. അമ്മ എന്നിട്ട് ഷോളെല്ലാം തലയിലേ ഇട്ടിട്ടുണ്ട്. വെറുതെ പോയിട്ട് വരാം.
അവളതോ അതിൻ്റെതോ നോക്കാൻ നോക്കണ്ടേ ആ ഇടാലോ നോക്ക് ഗൈസ് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം അപ്പൊ അത് നശിപ്പിക്കുന്നത് എന്റെ ഡോൾഫിൻ അമ്മേന്റെ മോമോസ് ഞാൻ യൂട്യൂബിലിടും വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോ എടുക്കും വാ അങ്ങോട്ടേക്ക് പോടാ ഈ സൈഡിലേ കിടക്കാവാ നടക്കാൻ കഴിയില്ലേ നിങ്ങളൊന്നും നനഞ്ഞാലൊന്നും അവർ ചെയ്യില്ല അങ്ങോട്ട് പോണം നമ്മളെത്താനും കീറിയെത്തട്ടില്ല ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്ക അത് അവര് പറയുന്നതാ അത് നിന്റെ അച്ഛൻ കൊറേ കോരിട്ടാടിയുണ്ട് ഷെൽഫിന്റെ മുകളിലെല്ലാം വെച്ചിട്ട് ബാ ആ കൊറേ ഉണ്ടല്ലോ അങ്ങോട്ട് പോവാനാവൂല അങ്ങോട്ടെല്ലാം പോണ്ടായി വീഡിയോ
ചന്തയുണ്ടോ? ആ അതിന് കുറച്ച് താഴോട്ട് പോയിട്ട് വരാം. അമ്മ കയറുന്നുണ്ട്, അച്ഛമ്മ കയറുന്നുണ്ട്. ഇത് തന്നെ അതെ പാറേനെ ആയിരിക്കൂലേ ചെത്തിയിട്ട് ഇങ്ങനെ അതിന്റെ ഗ്യാപ്പിലെല്ലാം സിമെന്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. അല്ല തൂണെല്ലാം കണ്ടു. അതെ അതെ ഡക്കാന്നായിട്ട് അതെ താറാവന്നെ തിന്നാൻ കൊടുക്കാനാന്നായിട്ടാ. അത് ഇതാണ് അനു അനുനോ അനു ഇതാണ്. എന്തോ തിന്നാൻ കിട്ടുന്ന വിചാരിച്ചിട്ട് വന്നതാണ്. ആ അതെ പിന്നെ ആടുന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. സമയം ഏകദേശം ഉച്ചരിയായിട്ടുണ്ടാവും. അനുവാദിയും അല്ല അത് അച്ചമ്മയും ആദിയും അനു മുന്നിലോട്ടിരിക്കുന്നത്. ഇവർ രണ്ടാളും നല്ല മ്യൂസിക്കിന് തലയാട്ടുന്ന ഏത് പാട്ട് അറിയാം? നട്ടുച്ചക്ക് ഭക്തിഗാനാണ്. വാഴുന്നോർക്ക് പുത്രനായി വന്നു ചേർന്നവെന്ന് പറഞ്ഞിട്ടുള്ള മുത്തപ്പൻ്റെ പാട്ടില്ലേ, ആ പാട്ടിനെയാണ് രണ്ടുപേരും ഈ ആക്ഷൻ മൊത്തം കളിക്കുന്നത് കേട്ടാ. ആ ഒരു പാട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഇനിയിപ്പം നമുക്ക് നേരെ പോകേണ്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഉച്ചയായി എന്നുള്ളത്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത പ്ലേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും ആയിരിക്കും അങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടായിട്ടില്ലേ. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തെല്ലോ കൊണ്ടുപോയിനി പറഞ്ഞേ, അതെല്ലാം പറക്കി തിന്നിട്ട് ആർക്കും അങ്ങനെ വിശക്കുന്നൊന്നുമില്ല. അതുമല്ല ഇപ്പം അച്ഛനും അമ്മയെല്ലാം നാട്ടിൽ നിന്നെല്ലാം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നവരാണ്, അച്ഛനെല്ലാം പ്രത്യേകിച്ച്. പക്ഷേ ഈടി എത്തിയിട്ട് അനുവാദിനും കാത്തു നിന്നിട്ട് സ്കൂൾ വിട്ടിട്ട് വരുന്നവരെ കാത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലേറ്റായിട്ട് അച്ഛന് സാധാരണ 1 മണി 1:30 ഒന്നും ആകുമ്പോൾ വിശക്കില്ല കേട്ടാ. 2-2:30 എല്ലാം ആവണം അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ മാത്രമല്ല നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പിന്നെ ഏത് റെസ്റ്റോറൻറ്റിൽ പോകേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പ് സ്റ്റേക്കേഷന് വന്ന സമയത്ത് ഫുജറയിൽ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഗോർഫക്കാനിൽ ഓൾറെഡി നമുക്ക് അറിയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമ്മളെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട്. ഫുഡ് മുഖ്യമാണല്ലോ, അന്നേരം അതാണല്ലോ മെയിൻ. അന്നേരം എവിടെ പോയി കഴിഞ്ഞാലും നമ്മളൊരു കുറച്ച് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു വെക്കും കേട്ടോ. ഇപ്പോൾ ആരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം അവിടെയാണ് ചൂസ് ചെയ്യല്. അന്നേരം ഗോർഫക്കാനിലും ഉണ്ട് ഒന്ന്. അന്നേരം ഇവർ പറഞ്ഞു വേണ്ട നമുക്ക് ഫുജറയിൽ പോയിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ അടുത്തേക്ക് വിട്ടു. ഒരു 10-20 മിനിറ്റിൻ്റെ ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഫുജറ എത്തിയ ഉടനെ നേരെ ഫുഡ് കഴിക്കാനേ പോയിട്ടുണ്ടായത്. നല്ല തലശ്ശേരി ദം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് അഡൽട്ടിന് 15, കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. എനിക്കൊന്ന് സീനിയർ സിറ്റിസൺസിന് ഫ്രീ ആണെന്ന് തോന്നേ. പക്ഷേ എന്നാന്ന് അറിയില്ല, നമുക്ക് ആർക്കും പൈസ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. ഫ്രീ എൻട്രി ആയിട്ടാണ് അകത്തേക്ക് കയറിയത് കേട്ടോ. അതിൻ്റെ റീസൺ എന്നാന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അന്നൊരു ദിവസം എന്തെങ്കിലും ഓഫർ ഉണ്ടായതോന്നോ അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അനുവിൻ്റെ മുടി നോക്കി വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ കിട്ടേ.
അനു നോക്കൂ മനു. കുറുനരി ഉണ്ടല്ലോ. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്. ഇത് ടോർട്ടയിലുണ്ടാവും. അതിൻ്റെ അടിയിൽ വലിയ മീനച്ച. എന്ത് സ്പീഡിൽ പോകുന്നു ബ്രോ. ആ മീനെ കണിയാക്കുന്നതാണ്. എടി നമ്മളെ അമ്മനെ മിസ് ചെയ്യുന്നല്ലേ കാണുമ്പോ അവന് ഉള്ളോട്ട് കയറുന്നൊക്കെ. അച്ഛമ്മയുടെ കാക്കയെ കുറിച്ചാണ് ഗൈസ് ഇപ്പോഴത്തെ സംസാരം. ഏത് പെട്ടെന്ന് സീ സ്റ്റാർ മറ്റേ നക്ഷത്ര മത്സ്യമല്ലേ, അതിന് ഇത് ബ്രെയിൻ ഉണ്ടാവില്ല. ഐസ് ഇല്ല, ലങ്സ് ഇല്ല, ബട്ട് സ്റ്റേ ലിവിങ് ആനിമൽസ്. അത് ചേട്ടാ ആടിയില്ലേ ഒന്ന് അങ്ങോട്ട് പോയിട്ടാ അല്ല. അത് അതിലേ ഇറങ്ങേണ്ടതാണ്. ഇരിക്കുന്നുണ്ടാവില്ല.
Secrets oil from a gland that helps to keep its feather waterproof. Waterproof. Their glands not to work away. Helps ക്വയറ്റ് സ്പൂണാണ് മിണ്ടാൻ പാടില്ല. നമ്മളെ മീൻ കൊത്തി. നമ്മൾ കണ്ടു വന്നില്ല ഇത് കുറേ നാളുണ്ട്. The kingfishers at the core Kalba return to the same nest cavity every year to breed. Kingfishers fly at only one pace, fast and straight, but they can hover when fishing. The kingfisher. അനു ഇങ്ങോട്ട്. അനു ഇവിടെ വലിയ പരിചയമുള്ളവരൊക്കെ പോയേന്ന്. നമുക്ക് ഇങ്ങോട്ട് പോവാം. അനു അത് വായിക്കാൻ വേണ്ടിട്ട്. റിട്ടേൺ വാ. അത് ചമ്മി. അങ്ങനെ ഓടുന്നുണ്ട്. ശംഖും ശംഖുപുഷ്പം. കൂടായിട്ട് വന്നതാണ്. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. $300 ആദ്യം കൂടെ നടക്കടാ. ആദ്യം അച്ഛൻ്റെ കൂടെ നടക്കപ്പോ. 100 കൊല്ലം മുമ്പ് കണക്കാ. ആ മരത്തിനുള്ള അത്രയും ഇതുണ്ട് തന്നെ. ആടെ പോയിട്ട് വരണേ. അവിടെ ആളുണ്ട്. നമ്മ വരുമ്പോ അവര് പോകുമ്പോ. അത് നേരെ നാട്ടില് മാൻഗ്രൂവ് കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെയാണ് കാണുന്നത്.
അവിടെ കാണാൻ ഇങ്ങനെ നടന്നിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവും. ഇല്ലല്ലോ അല്ലേ? വല്ല പുഴയുടെ ഇട്ടൊക്കെ ഒരു പാലത്തുനിന്ന് ദൂരം നോക്കിയാൽ ഇങ്ങനെ കാണുമായിരിക്കും. മറ്റിങ്ങനെ നടന്നു കാണാൻ പറ്റില്ല അല്ലേ? അത് ശരി. ആ ഇതെല്ലാം ഉണ്ടാവുന്നാ പറയുന്നടാ ഈ സാധനം. മേലോട്ട് തുള്ളിയിരുന്നേ വെള്ളത്തുനിന്ന് വൈറ്റ കണ്ടിന്യാ തുള്ളുന്നത്. അതാണ് ആടെ കുഴിയുണ്ടോ ഇങ്ങനെ കുഴിച്ചു. എന്താ പേര്? common sandpiper. common sandpiper. common sandpiper അല്ല, common sandpiper. കോമൺ സാൻഡ് പിപ്പർ. അതാണിത്. ആ ഇന്ത്യൻ പോണ്ട്. നോ ഫോൺസ് ആയിരിക്കും. നോ ഫോൺസ് തന്നെ. ഫോൺ വിളിച്ചുവിടാന്ന്. കുറേ ഉണ്ട്. ഡേഞ്ചർ എന്തിനാ പറയുന്നത്? അതാ കൈ പാറ്റതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അന്ന് ഇങ്ങനെ 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 ആക്കുന്നൊരു പക്ഷി ഉണ്ടായിട്ട് ഓർമ്മ ഞങ്ങൾക്ക്. നോക്കറ മോളത് കാക്കയില ഞാൻ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അത് നെറ്റ് ഉണ്ടേ പുറത്തേക്ക് പറന്നു പോകില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഫുജറയിൽ തന്നെയുള്ള ബുൾ ഫൈറ്റിംഗ് ആണേ. കണ്ട, ഇത് ഒരു വെറൈറ്റി അനുഭവമായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടോ അറിയില്ല. നമ്മളിത് 2-3 പ്രാവശ്യം കണ്ടിന് കേട്ടാ. അങ്ങനെ കുറച്ച് സമയം അത് കണ്ടിട്ടിരുന്നു. നല്ല സ്പേസ് എല്ലാം ഉണ്ടെങ്കിൽ നല്ല വൃത്തി കാണാൻ പറ്റുമേ. ഇന്ന് ആൾക്കാരൊന്നും അധികം ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് പേടിയാവും. സൈഡിലെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് നിർത്തി, ഇങ്ങനെ ബുള്ളിനെല്ലാം ഇങ്ങനെ നിർത്തിയിട്ട് കാണുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടുവിട്ടാ. ഏകദേശം ലേറ്റായേ, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ സമയം. അങ്ങനെ പിന്നെ ഇതെല്ലാം കണ്ട് നേരെ വീട്ടിലേക്ക്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ കേട്ടാ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇവളോട് ചോദിക്കുന്നുണ്ട്. അത്
മരത്തുണ്ട് മരമില്ല എന്റെ റിങ്